ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ജിംസി ജസ്റ്റിനാണ് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. അവരുടെ ശരിക്കും വീട് നാട്ടിൽ തൃശ്ശൂരാണ്. അവരിപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. അവരുടെ മദർ-ഇൻ-ലോ ആണ് അവർക്ക് ഈ റെസിപ്പി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് വറുത്ത അരിപ്പൊടിയും കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് ഞാനിന്നിവിടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് വറുക്കാത്ത പച്ചപ്പൊടിയും കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഇതേപോലെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചൂടാറി കഴിഞ്ഞാലും പുട്ട് ഒട്ടും ഹാർഡ് ആവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. സാധാരണ വറുത്ത അരിപ്പൊടി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പുട്ട് ചെറുതായിട്ട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ് വേണ്ടത്. ഇഡ്ഡലി റൈസ് എടുക്കേണ്ട, ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. പച്ചരി ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടിരിക്കണം. ആ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് മാറ്റി കളയണം. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടിരിക്കണം. അത് അരി കുതിർത്തിയെടുത്തേക്കണ മിക്സിയിലിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അരി പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ പൊടിച്ചെടുത്തേക്കണ പൊടി ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ പുട്ടിന് പൊടി നനച്ചെടുക്കുന്ന പോലെ നനച്ചിട്ടെടുക്കണം. പിന്നെ പുട്ടിൻ്റെ പൊടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ഈ അരി അരച്ചെടുക്കുന്ന സമയത്ത് നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചെടുക്കരുത്. അത് എപ്പോഴായിരുന്നാലും നിങ്ങൾ പുട്ടിൻ്റെ പൊടി പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് വലിയ തരിയല്ല, റവയുടെ പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചിട്ടെടുക്കുക. അപ്പോഴായിരിക്കും ആ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പുട്ടിലേക്ക് ആവശ്യത്തിന് തേങ്ങയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ പുട്ടാക്കാന്ന്. അപ്പോൾ പച്ചരി ഞാനിവിടെ 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അത് ആദ്യം നിങ്ങൾ പച്ചരി ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് മാറ്റി കളയണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പുട്ടുണ്ടാക്കണം, പച്ചരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ പച്ചരി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പച്ചരി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ പച്ചരി കുതിർന്ന് കിട്ടും. നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കരുത്. നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി വെന്ത് പോകും. പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ട് മാറ്റി കളയണം അരിന്ന്. ഇത് പൊടിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുണ്ടെങ്കിൽ അങ്ങനത്തേൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീം ചെയ്യാൻ എടുക്കണ ഏത് പാത്രത്തിലായിരുന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി. ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ പൊടി ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഇതേപോലത്തെ ഒരു തട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ആവി കയറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉള്ള പാത്രം വെച്ചിട്ട് നിങ്ങൾ ആവി കയറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഈ തട്ടിന് ഇവിടെ കുറച്ച് വലിയ ഓട്ടയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടി ചിലപ്പോൾ വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേപോലത്തെ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പൊടി ഇടുന്നത്. ഇതേപോലെ പൊടി സ്റ്റീം ചെയ്തിട്ട് അത് നമുക്ക് കൂടുതൽ പൊടിയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 2 ആഴ്ച വരേക്കും പൊടി കേടാവാതിരിക്കും. പിന്നെ ഏറ്റവും അടിയിൽ ചിലപ്പോൾ മിക്സിയുടെ ജാറിൽ പൊടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്പൂൺ കൊണ്ടൊന്ന് വിടിയിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കും. കാരണം അതിങ്ങനെ മിക്സിയുടെ ജാറിലിങ്ങനെ നല്ല കട്ട പോലെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വിടിയിച്ചെടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടി വലിയ കട്ട പോലെ ഇതേപോലെ ഉണ്ടാവും. ഇത് മൂടിയിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ പൊടി ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. ഈ പൊടിയുടെ മുകളിലേക്ക് നന്നായിട്ട് സ്റ്റീം വരണം. എന്നോട് 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് ആവി വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ പൊടിയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇതേപോലെ പൊടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ആവി വരണം. അത് പൊടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അത്രയാണ് നമ്മൾ ഈ പൊടി ഇങ്ങനെ ആവി കയറ്റണത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പൊടി നന്നായിട്ടൊന്ന് ചൂടാവുക.
ഈ പൊടി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൊടി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം. ഒരു 2 ആഴ്ച വരെ ഈ പൊടി കേടാവാതിരിക്കും. ഈ പൊടി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചിട്ടെടുക്കുക. ഈ പൊടി ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചൂടാറി കിട്ടും. ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി നനച്ചെടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് അത് ഉടച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഈ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ പൈപ്പിൽ വരുന്ന വെള്ളം എടുക്കുക. എന്നിട്ട് പൊടിയിലേക്ക് ഉപ്പ് നേരിട്ട് ഇടുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഉപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ആ പൊടി കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് വരും. ഈ പൊടി നനച്ചെടുക്കുക. ഇപ്പോൾ പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിനകത്ത് വലിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പൊടി നനച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഞാനങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ കട്ടയിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടി റെഡി ആയി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഏറ്റവും ആദ്യം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചെടുക്കുക. പൊടി നമ്മൾ നനച്ചെടുക്കുന്ന സമയത്ത് ഈ പുട്ടിൻ്റെ പൊടിയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, നനച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ പുട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുട്ട് കണയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പുട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ പുട്ട് നനച്ചെടുക്കുമ്പോൾ കറക്റ്റ് വെള്ളമായിരിക്കണം. പുട്ടിൻ്റെ പൊടിയുടെ കറക്റ്റ് ഭാഗം അറിയുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുക്കാനും പറ്റണം. പിന്നെ അതേപോലെ നമ്മളിത് പൊടിച്ചിടുമ്പോൾ ഇതേപോലെ തന്നെ പൊടിയായിട്ട് പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് പുട്ടിൻ്റെ വെള്ളം നനച്ചെടുക്കുന്നതിൻ്റെ കറക്റ്റ് അളവ്. അത് നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളം എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇതിങ്ങനെ വിടിയിച്ചിടുന്ന സമയത്ത് ഇതേപോലെ തന്നെ പൊടിയായിട്ട് വരില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച പോലെ വരും. അല്ലെങ്കിൽ നനവ് കുറവാണെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അത് ഇതേപോലെ ഇങ്ങനെ ഉരുള പോലെ നമുക്ക് പിടിക്കാനും പറ്റില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ നനവ് നിങ്ങൾ കറക്റ്റ് നോക്കണം എപ്പോഴും. പക്ഷെ ഞാനിവിടെ നേരത്തെ പൊടിച്ചെടുത്ത മിക്സി ഞാനിവിടെ കഴുകാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടിടുക. ഇത് മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് നേരിട്ട് കറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം മിക്സിയിലിട്ടിട്ട് ഞാൻ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പൊടി നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക ഈ പൊടി. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാലും അതേപോലെ തന്നെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ഈ പുട്ടുംകണയിലേക്ക് പൊടി ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഈ പുട്ടുംകണയുടെ ചില്ലിടുക. ഇതിലേക്ക് ഏറ്റവും ആദ്യം തേങ്ങ ചേർക്കുക. ഞാനിവിടെ ഏറ്റവും ആദ്യം 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അത് ഓരോ പ്രാവശ്യം നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എത്ര ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഇടുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. എല്ലാവർക്കും പുട്ട് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ എല്ലാ പീസും ഒരേപോലെ വരാം. ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി ചേർക്കുക. പുട്ടിൻ്റെ പൊടിക്കും എപ്പോഴും ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഞാനിവിടെ 3 പിടി പൊടി ഇട്ടിട്ടുണ്ട്. 3 പിടി തേങ്ങ ഇട്ടു. ഇനി അടുത്ത പ്രാവശ്യം ഇടുമ്പോഴും അതേപോലെ തന്നെ 3 പിടി തേങ്ങ ഇടുക. ഇനി പൊട്ടിൻ്റെ പൊടി ഇതേപോലെ നമ്മൾ ഈ കണയിൽ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും തേങ്ങ തന്നെ വരണം. ഇത് അടച്ച് വയ്ക്കുക. ഇനി പുട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഞാനിവിടെ കുക്കറിൻ്റെ മുകളിൽ നിന്ന് വിസിലെടുത്ത് മാറ്റിയിട്ട് ആ സ്റ്റീം വരുന്നതിൻ്റെ ഉള്ളിലേക്കാണ് ഈ പുട്ടിൻ്റെ കണ വയ്ക്കുന്നത്. അല്ലെങ്കിൽ പുട്ടും തൂതയിലാണെങ്കിൽ നിങ്ങൾ പുട്ടും തൂതയിൽ വയ്ക്കുക. അപ്പോൾ ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിരുന്നു കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന്. കുക്കറിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ട് ആ സ്റ്റീം വരുന്ന ആ വിസൽ എടുത്തിട്ട് ഏറ്റവും ആദ്യം മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ ഈ പുട്ടിൻ്റെ കണ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. വയ്ക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ അടിയിലും ഒരു ഹോളുണ്ട്. ഈ ഹോളും
ഇതിൻ്റെ ഉള്ളിലായിട്ട് വരണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും സ്റ്റീം വരുള്ളൂ. അത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയതായിട്ടൊക്കെയും പുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുട്ടിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് സ്റ്റീം വരും. ഇപ്പോൾ പുട്ടുകണ്ണയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. അത് ഏറ്റവും സ്റ്റീം വരുമ്പോൾ തന്നെ നിങ്ങൾ എടുക്കരുത്. സ്റ്റീം ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരണം. എന്നാൽ മാത്രമേ പുട്ട് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഈ പുട്ട് കുത്തിയിട്ടെടുക്കുക. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക. ഈ പുട്ട് നമുക്ക് കറി അല്ലെങ്കിൽ പഴം ഒന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാനായിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഭയങ്കര കനം കുറഞ്ഞിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ വരും. ഇനി ഞാൻ നിങ്ങളെ വേറൊരു തരത്തിലും കൂടിയിട്ട് പുട്ടുണ്ടാക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഗുരുവായൂർ സൈഡാണ്. ആ സൈഡിലുള്ളവരൊക്കെയും പുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് അവർ കുറച്ച് ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കും. അതേപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പുട്ടുണ്ടാക്കുമ്പോൾ ആവി വരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന വെള്ളത്തിലേക്കും അവർ കുറച്ച് ചുവന്നുള്ളി ചതച്ചിട്ടും ചേർക്കും. ഒരു 1-2 ചുള ചുവന്നുള്ളി ചതച്ചിട്ട് ആ സ്റ്റീം വരുന്ന വെള്ളത്തിലും ഇടും. അപ്പോൾ അതിന് പുട്ട് വെന്ത് വന്ന് കഴിയുമ്പോൾ പുട്ടിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചുവന്നുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് പുട്ടുണ്ടാക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കുക, കുറച്ച് ജീരകവും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് പൊടിയിൽ മിക്സ് ചെയ്യുക. ഈ പൊടി വെച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം.